ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ട് കാര്യങ്ങൾ. ഒരാള് വളർന്നു വരുമ്പോ ആളെ മാവുള്ള മാങ്ങയിൽ ഏറ് കിട്ടുന്ന മാതിരി എറിയണ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് കൃത്യമായ തെളിവുകളുണ്ട്. തെളിവുകളുണ്ടെങ്കിൽ അവര് തെളിയിക്കട്ടെ. അപ്പൊ തെളിവുകള് ആ സ്ത്രീയല്ല പറയുന്ന തെളിവുകള് ഇനിയും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഹൈ ആയിരിക്കുന്ന സമയത്ത് ഓരോ തെളിവുകളും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓഡിയോ സന്ദേശങ്ങളടക്കമാണ് വരുന്നത്. ഓഡിയോ സന്ദേശം ഒരാളുടെ ശബ്ദത്തിൽ എത്രയോ ആളുകൾ സംസാരിക്കുന്നുണ്ട്. തെറ്റുകൾ ചെയ്താൽ മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. തെറ്റുകൾ ചെയ്യുന്ന പരിപൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരാളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അതിന് പരിപൂർണമായ തെറ്റ് കോടതിയുടെ മുമ്പിൽ തെളിയിക്കപ്പെടാൻ സാധിച്ചാൽ അയാളെ ശിക്ഷിക്കാവുന്നതാണ്. എത്ര പേര് ഇതിനു മുന്നേ രാജിവെച്ചിട്ടുണ്ട്? പഴയ കാലത്ത് ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഈ എന്താ പറയുക, ഒരു 2000 മുതൽ ഈ ഇടദോഷത്തിനെതിരെ എത്രയോ കേസ് വന്നു. നമ്മുടെ നടൻ മുകേഷ്, പിന്നെ എത്രയോ പേരാ പോലെ. പിന്നെ പലരും ഞാൻ പറഞ്ഞ പാർട്ടിയിലുള്ളവർ തന്നെ, പി ശശി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ഇവരെ പേരിലൊക്കെ മറ്റേ രാജിവെച്ചു ഇല്ല. അപ്പൊ ഇയാള് അന്വേഷണം നടക്കട്ടെ. അയാളെ മറ്റേ രാഹുൽ തന്നെ പറയുന്നുണ്ട് അന്വേഷണം പറ്റും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വെളിപ്പെടുത്താനുള്ളത് വെളിപ്പെടുത്താമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.